ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നിട്ടുള്ളൊരു ബീഫിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ റെസിപ്പി ഇതുവരെ ആരും വെച്ചിട്ടുണ്ടാവില്ല എന്നല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൽ നമ്മളൊരു സീക്രട്ടായിട്ടൊരു ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ലാസ്റ്റ് കാണിക്കും കേട്ടോ. അപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ റെസിപ്പി ഞാൻ എൻ്റെ കസിനാണ് എനിക്ക് ഷെയർ ചെയ്തത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ശരിക്കും നമ്മളൊരു ബിരിയാണിത്തെ ബീഫ് കഴിക്കണ പോലെ ഉണ്ടാവും, അടിപൊളിയാണ്. അപ്പം എല്ലാ ബീഫും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല ബീഫാണ് കേട്ടത്, പിന്നെ നല്ല ബീഫായിരുന്നു. അപ്പം ഇതിൽ കുറേ എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതൊക്കെ കറീൻ്റെ കൂടെ ഇടണം കേട്ടോ, എന്നെങ്കിലും അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ എല്ലും നെയ്യൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക് ഒരു രസം കിട്ടണമെങ്കിൽ എല്ലും കാര്യങ്ങളൊക്കെ ആയി തന്നെ ഇടണം. പിന്നെ നമ്മളിതിൽ ഈ ഇതൊക്കെ ഉണ്ടോ നോക്കണം. എന്താ പറയുക പിന്നെ നമ്മുടെ പോത്തിൻ്റെ രോമം അതതിലുണ്ടോ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ ഫുള്ള് നോക്കിയിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത്, പണ്ടൊക്കെ ഈ ഇറച്ചി മുറിക്കുക എന്ന് പറയുമ്പം താഴത്തൊക്കെ ഇരുന്ന് പലകൻ്റെ ഇടയിൽ ചിരട്ടൻ്റെ ഇതൊക്കെ കത്തിയൊക്കെ വെച്ച് അങ്ങനെയെല്ലാം മുറിക്കുക. ഇപ്പോൾ അതിനൊന്നും ആരും മെനക്കെടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അതേപോലെ ചെയ്യില്ല കേട്ടോ. അങ്ങനെ ബീഫൊക്കെ മുറിച്ച് റെഡിയാക്കി എടുത്ത് ആദ്യം കത്തിയാണ്ട് വാഷ് ചെയ്ത് വെക്കുകയാണ് ഞാൻ. സോപ്പിട്ട് കഴുകി വെക്കുകയാണ്. അതൊന്ന് മാറ്റി വെക്കും, അത് വേസ്റ്റിൽ തന്നെ ഇടണ്ടേ. ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ അതേപോലെ പിന്നെ കട്ടിംഗ് ബോർഡാണ് ചെയ്യുക. കട്ടിംഗ് ബോർഡ് ഇതേപോലെ തേച്ച് കഴുകി വെക്കും കേട്ടോ. തേച്ച് കഴുകി വെക്കാഞ്ഞാൽ അതിലിങ്ങനെ ഇതാവുമല്ലേ. അതൊക്കെ ഞാൻ ആദ്യം തന്നെ അവിടെ കഴുകി വെക്കും, എന്നിട്ടാണ് ഇറച്ചി കഴുകാൻ പോണത്. അപ്പം അതൊക്കെ കഴുകി വെച്ചു. പിന്നെ അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ രോമം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ രോമം ഉണ്ടായി കഴിഞ്ഞാൽ വയറുവേദന മാറില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക, അത്ര നല്ലതല്ലല്ലോ അത്. അപ്പോൾ പിന്നെ ഈ ബീഫ് കഴുകിയെടുക്കുകയാണ്. നല്ലോണം കഴുകണം കേട്ടോ. ബീഫ് ആ ചോര കളറ് പോണ വരെ കഴുകണം. ഞാനങ്ങനെ കഴുകലുണ്ട്. ആദ്യം തന്നെ നന്നാക്കുന്ന സമയത്ത് അതിലുള്ള ചോരക്കട്ടകളൊക്കെ എടുത്ത് മാറ്റുക. അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് പിന്നെയും ചോര ഇങ്ങനെ വരിക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് കുറച്ച് നല്ല വെള്ളം കൊണ്ട് ഒന്നും ഒഴിച്ചു കൊടുക്കുക. അതൊരു വൃത്തിയല്ലേ. അതേപോലെയൊക്കെ കഴുകി വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 1 കഷ്ണമായാലും കുഴപ്പമില്ല, 2 കഷ്ണം ക്ലീനാക്കിയപ്പോൾ അങ്ങനെ ആയതാണ്. പിന്നെ വെള്ളത്തിൽ തക്കാളി കായുന്നതിന് ഇട്ട് വെച്ചിട്ടുണ്ട്. തക്കാളി, കരിയേപ്പ് കഴുകിയിട്ട് ആ വെള്ളത്തിലാണ് ഇട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി കട്ട് ചെയ്തെടുക്കണം. അപ്പം ഈ ഉള്ളി ഞാൻ മുറിക്കാൻ പോവാണ്. ഇതിങ്ങനെ നല്ല ചെറുതാക്കി മുറിക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മളെ ഇഷ്ടം പോലെ എങ്ങനെയാലും കുക്കറിൽ കിടന്ന് വെന്തതരിയും. അപ്പോൾ കുറച്ച് സമയം വേവിക്കേണ്ടി വരുമല്ലോ. അപ്പം എൻ്റെ ഒരു അതിനനുസരിച്ച് ഞാൻ മുറിച്ചെടുത്ത് കത്തിയിൽ തന്നെ മുറിച്ച് കേട്ടോ. ചോപ്പറിലാണ് സാധാരണ ഞാൻ വേറെ എന്തിനെങ്കിലുമൊക്കെ ആണെങ്കിൽ അരിയൽ. പക്ഷേ ഇതിലെനിക്ക് ബീഫായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞിട്ടാണ് എന്തായാലും കിട്ടുക. അപ്പോൾ ഞാനിതേപോലെ ഒക്കെ മുറിച്ചെടുത്ത് ബീഫ് കറി വെക്കാൻ എല്ലാവർക്കും അറിയാൻ മതിയാവും. പക്ഷേ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇതിന് മുമ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട. ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ നമ്മൾ സാധാരണ എല്ലാ കറിയിലേക്കും ഉപയോഗിക്കണമല്ലേ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ വീട്ടിലുള്ള ആൾക്കാർക്കനുസരിച്ച് നമ്മൾ ഈ അളവ് മാറ്റി കൊടുക്കണം കേട്ടോ. ബീഫിനും ഇതിനനുസരിച്ച് ബീഫ് എത്രയാണുള്ളത്, ആൾക്കാർ എത്രയാണുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അളവുകൾ മാറ്റി കൊടുക്കണം. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ ഇത് തന്നെ മതിയാവും. ഈ കറീനെ ഇപ്പോൾ നാളെ രാവിലെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതേപോലെ എല്ലാ സാധനങ്ങളും ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തു. ഇതെല്ലാം കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ കഴുകിയിട്ടാണ് ഞാനത് കട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, പിന്നെ ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇതിമ വെച്ചിട്ട് ബോർഡുമ്മ വെച്ചിട്ട് ചതക്കുക ചെയ്യുക. ഇങ്ങനെ തന്നെ ചതക്കലാണ്. പിന്നെ ഇതിനു വേണ്ടി കുറേ പാത്രങ്ങൾ ഇറക്കണ്ടേ. എനിക്കിങ്ങനെ കുറേ പാത്രങ്ങൾ എടുത്തിടണം എനിക്കിഷ്ടമല്ല. അപ്പോൾ ഉള്ള പാത്രങ്ങൾ തന്നെ ഞാൻ ഇതേപോലെ ഇതാക്കുകയാണ് ചെയ്യുക. മിക്സിൻ്റെ ജാറൊന്നും ഇതിനെടുക്കലില്ല ഞാൻ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊന്നും. അതൊക്കെ ആ കട്ടിംഗ് ബോർഡിൽ വെച്ച് തന്നെ ഈ ഒരു ഉരൽ വെച്ചിട്ട് ചതച്ച് കൊടുക്കുക ചെയ്യുക. അങ്ങനെ മതിയല്ലോ, നമുക്ക് ചതഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ എങ്ങനെയായാലും. അപ്പോൾ ഇതേപോലെ നല്ല ഫൈനായിട്ട് ചതച്ചിട്ടൊന്നുമില്ല, ഒരു വിധം ചതച്ചിട്ടുള്ളൂ. ആ ടേസ്റ്റ് നിലയിലേക്ക് ഇറങ്ങാൻ വേണ്ടി. എന്തായാലും അതൊക്കെ വെന്തല്ലെങ്കിൽ നമ്മളെന്തായാലും ഒന്നും കാണൂല. പിന്നെ ഇതേപോലെ തക്കാളികളും എല്ലാം മുറിക്കുകയാണ് കേട്ടോ ഞാൻ. ഇതൊക്കെ ഈ തക്കാളിയൊക്കെ വേണേൽ നമ്മൾ അളവിനനുസരിച്ച് മാറ്റി കൊടുക്കുക. നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്കനുസരിച്ച് മാറ്റണം കേട്ടോ.
അതേപോലെ എല്ലാ തക്കാളിയും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടത് അത്ര വലിയൊരു അപരാധമായിട്ടും തെറ്റായിട്ടൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം എനിക്കിങ്ങനെ വീഡിയോ ഇടണം തോന്നി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ചെറിയൊരു ഏണിങ്സ് ഇന്നും നാളെ ഉണ്ടാവുന്നല്ല, ഉണ്ടാവുന്ന കാലത്ത് ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ടാണ് ഞാൻ അതേപോലെ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം നല്ലപോലെ പറയുന്നവരും ഉണ്ട്, ഒരു കളിയാക്കുന്ന രീതിയിൽ പറയുന്നവരും ഉണ്ട്. എന്താ പറയുക, എനിക്ക് ആരോടും ഒരു പരാതിയില്ല, ഞാൻ ചെയ്യണ ജോലി ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതേപോലെ കുക്കർ ഗ്യാസുമ്മൽ വെച്ചിട്ട്, ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അടുപ്പത്ത് ഉണ്ടാക്കാനുള്ളൊരു സമയമില്ല. അപ്പം ഇങ്ങനെ കുക്കറിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പണ്ടുള്ളവരൊക്കെ പറയും അടുപ്പത്ത് തന്നെ വെക്കണം. ശരിക്കും അടുപ്പത്ത് കുറേ സമയം കിടന്ന് വേകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ അതിലേക്ക് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ പപ്പടം കൂടെ അതിൽ തന്നെ പൊരിച്ചെടുക്കുകയാണ്. ഇനിയിപ്പം വേറൊരു ഇത് വെക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ഒരു 5 പപ്പടം കണക്കാക്കിയാണ് പൊരിക്കൽ. ഏറൊന്നും ഞാൻ പൊരിക്കലില്ല, കാരണം കുട്ടികൾ ഉച്ചയ്ക്ക് എന്തായാലും ഉണ്ടാവില്ല. ഞങ്ങൾ 2 പേരും, ഞാനും ഹസ്ബൻഡും, ചെറുതേ ഉണ്ടാവുള്ളൂ. ചെറുത് എന്തായാലും ചോറുന്ന സമയത്ത് ഉറങ്ങായിരിക്കും. അപ്പം ഇതേപോലെ 5 പപ്പടം ഞാൻ കണക്കാക്കി പൊരിച്ചു. അതിൽ തന്നെ കുക്കറിൽ തന്നെ പൊരിച്ചെടുക്കുക ചെയ്ത്. ഓക്കെ. അപ്പം ഇതേപോലെ എനിക്ക് ഓളവിടെ ഇരുന്നിട്ടൊരു സമാധാനം ഇല്ല കേട്ടോ, കാരണം എപ്പോഴാണ് അങ്ങോട്ട് വരിക എന്ന് പറയാൻ പറ്റില്ല, പിടിച്ചിങ്ങനെ വെച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മ്യൂട്ടാക്കിയിട്ട് ഓളെ നോക്കുന്നുമുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഉള്ളി, നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ആദ്യം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് നിരിഞ്ഞിട്ടാണ് നമ്മൾ ഈ വലിയുള്ളി ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ തക്കാളിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളിയും ഉള്ളിയും എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഫസ്റ്റ് ഇടുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം, അതാണൊരിത്. പിന്നെ മോളെ ജസ്റ്റ് ഒന്ന് മാറ്റി അവിടുന്ന്, എനിക്ക് ഓൾ ഇങ്ങോട്ട് കുക്കറിലേക്ക് വരുമോ എന്നൊരു പേടി, അതുകൊണ്ട് ഞാൻ ഓളെ ജസ്റ്റ് മാറ്റിയിരുത്തി. എന്നിട്ട് ഇത് ഇങ്ങനെ ഗ്യാസുമ്മൽ വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കണം. അപ്പോൾ പിന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ട് നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കണം, എന്നാലേ ഉപ്പൊന്ന് പിടിക്കുകയുള്ളൂ, ജസ്റ്റ് ഒന്ന് വയന്ന് വരണ്ടേ. അപ്പം ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ വേഗം വയണ്ടി വരും ഇത്. അപ്പോൾ പിന്നെ എല്ലാ സാധനങ്ങളും ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു, ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെക്കും. അത് നമ്മൾ പാകത്തിനനുസരിച്ച്, സാധനത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് കൂടരുത്, കൂടി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എത്ര നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താക്കിയാലും ശരി, അതൊരു റെഡിയായി കിട്ടില്ല. അപ്പം ഉപ്പ് കണക്കിനിട്ട് കൊടുക്കുക, പോരായികണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ അതവിടെ മൂടി വെച്ചിട്ട് ഞാൻ മോൾക്ക് കഞ്ഞി എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. കുറേ നേരമായി കച്ചറ ഉണ്ടാക്കേണ്ട ആൾ. എന്താ പറയുക, വീഡിയോ എടുക്കലൊന്നും ചെറിയൊരു പണിയല്ല കേട്ടോ. അങ്ങനെ കണക്കാക്കുന്നവർക്ക് അതൊരു ആൾക്കാർക്കൊരു ഇതുണ്ടാവും. പക്ഷേ വീഡിയോ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞ് ചെറിയൊരു സംഭവമല്ല, കുറച്ച് മെനക്കെടുണ്ടതിന്. അപ്പം ഇതേപോലെ കുക്കറിൽ ഉള്ളിയും കാര്യങ്ങളൊക്കെ മൂടി ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് പിന്നെയും ഇതേപോലെ ഞാൻ മൂടി വെച്ച് നല്ലോണം ഒന്ന് വയന്നിട്ട് തന്നെ ഇറച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ആയിട്ടില്ല, ഒന്നും കൂടെ വയന്ന് വന്നോട്ടെ. അല്ലാതെ നമുക്ക് ഇട്ട് കൊടുക്കുക, പക്ഷെ എനിക്കിപ്പോൾ കുറച്ച് സമയമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സമയമില്ലെങ്കിൽ ഞാൻ അച്ചേക്ക് തന്നെ ഇട്ടിട്ട് അപ്പം തന്നെ അടച്ച് വെച്ചിട്ട് ഇറച്ചിയും കൂടെ ഇട്ടിട്ട് ഞാൻ മൂടി വെക്കും. ഇപ്പോൾ ഞാൻ ലേശം സമയമുണ്ട്, പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, അതിന് ശേഷമാണ് ഈ പണിക്കാൻ നിൽക്കുന്നത്. പിന്നെ എല്ലാ സാധനത്തിലും ഞാൻ ഇടുന്ന സാധനമാണ് ഈ ചെറിയ ജീരകം. അത് ഞാൻ എല്ലാ കറിയിലും, മീൻ കറി ആയാലും ശരി, എന്ത് കറിയായാലും ശരി, ചെറിയ ജീരകം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നമുക്ക് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ. അതേപോലെ 2-3 സ്പൂണ്, നമുക്ക് ഏത് ഇറച്ചിന് എന്ത് ഐറ്റംസ് ആയാലും അതിലേക്ക് നമ്മൾ കൂടുതൽ വേണ്ടത് മല്ലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 സ്പൂണ് മല്ലിപ്പൊടിയൊക്കെ ഇട്ട്, കാരണം അളവിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് ഇറച്ചിയല്ലേ ഉള്ളൂ. അപ്പം അതിലേക്ക് 3 സ്പൂണ് മല്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ കുറച്ച് മുളക് പൊടി, അത് നമ്മളെ വീട്ടിലെ മുളകിൻ്റെ എരിവിനനുസരിച്ചാണ് കേട്ടോ. നമുക്ക് അതിനൊന്നും കറക്റ്റ് അളവ് പറയാൻ കഴിയില്ല ശരിക്കും, കാരണം മുളകിന് ചില മുളക് നല്ല എരിവുണ്ടാവും, പക്ഷേ ഈ മുളക് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ ഒന്നും ഇറച്ചിയിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇറച്ചിക്കറി ആയാലും കറി ആയാലും വരട്ടലായാലും ഇറച്ചിൻ്റെ സാധനം വെക്കുമ്പോൾ നമ്മൾ അതിൽ ഉലുവ ഇടണം. ബിരിയാണി അല്ലട്ടെ പറഞ്ഞാൽ, കറി ആയാലും വരട്ടലായാലും അതിൽ നമ്മൾ ഉലുവ ഇട്ടാൽ അതിന് ശരിക്കും നല്ല ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ ഈ ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നല്ലോണം ഇളക്കണം കേട്ടോ. ഇറച്ചി എല്ലായിടത്തും ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ആ ഇറച്ചീൻ്റെ കണക്കിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി, കുറേ ഒഴിക്കാൻ പാടില്ല. കാരണം ഓൾറെഡി അതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, നമ്മൾ
ഉള്ളിയും ഇതൊക്കെ വാടിയപ്പോഴുള്ളൊരു വെള്ളയിലുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഞാൻ മോളെയൊക്കെ ഒന്ന് ഉറക്കിയിട്ട് വരാം, അപ്പോഴത്തേക്കും അത് വേവും. ഇത് ഇത്ര വിസിൽ നമുക്ക് കണക്കാക്കാൻ പാടില്ല, അത് വേവുന്ന വരെ അങ്ങോട്ട് വിസിലടുപ്പിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഈ ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഈ വാഴൻ്റെ ഇല. ഒരു കഷ്ണം വാഴൻ്റെ ഇല നമ്മൾ ഈ ഇറച്ചി കറീൻ്റെ ബീഫായാലും ഇറച്ചീൻ്റെ കറിയിലും അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊരു എന്താ പറയുക, കണ്ടില്ലേ, ഇപ്പം തന്നെ കണ്ടില്ലേ, ഭയങ്കര കാണുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും. അങ്ങനെ ഇത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഞാൻ വറവിട്ടിട്ടില്ല, കാരണം ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ച് ആക്കിയതാണ്. പോരാത്ത ഇറച്ചിയിൽ ഒരുപാട് നെയ്യും ഉണ്ട്. അപ്പം പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വറവിടുന്നില്ല, അതിൻ്റെ ആവശ്യം ശരിക്കില്ല. ഇതേപോലെ ഞാൻ കുക്കറിൽ നിന്ന് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും പാത്രത്തിൽ കുക്കറിൽ നിന്ന് മാറ്റിയായിരിക്കും കേട്ടോ നല്ലത്. അതേപോലെ ഞാനും കുക്കറിൽ നിന്ന് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ്, കാരണം കറി കേട് വരും പാത്രം മാറ്റിയതുകൊണ്ട്. അതുകൊണ്ട് ഒന്ന് കത്തിച്ച് ഒന്നൊന്ന് തിളപ്പിക്കും, ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുകയുള്ളൂ. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്നിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ. നമുക്ക് എന്താ ഇതിലിട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, ഒരു ബിരിയാണീൻ്റെ മസാല പോലെ. ഇതിൽ ഞാൻ പറയുമ്പോൾ പട്ട പൂവ് അങ്ങനത്തെ ഒരു സാധനം ഞാൻ ഇട്ടിട്ടില്ല, അങ്ങനത്തെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇറച്ചിയെല്ലാം വെന്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വിസിലിൻ്റെ കണക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. ചില ഇറച്ചി നല്ല വേവും, ചില ഇറച്ചി വേഗം വേവൂല. അപ്പം ഓക്കെ, താങ്ക് യു, ബൈ.